ക്ഷേത്രങ്ങൾ ഐതിഹ്യങ്ങളാലും വിശ്വാസ കഥകളാലും സമ്പുഷ്ടമാണ്. ഓരോ ക്ഷേത്രത്തിനും ക്ഷേത്ര നിർമ്മാണം, പ്രതിഷ്ഠ എന്നിവ സംബന്ധിച്ച് വ്യക്തമായ കഥകൾ ഉണ്ടാകും. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ഹരേ രാമ റാം കി പൈഡി. കൃഷ്ണ കൃഷ്ണ ഹരേ. ഉത്തരാഖണ്ഡിലെ നന്ദക്കോട്ട് മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് സരയൂ. ജയ രാം. രാമജന്മഭൂമിയായ അയോധ്യയിലൂടെ ഒഴുകുന്നത് കൊണ്ട് തന്നെ രാമായണത്തിലെ ഒരു പ്രധാന പശ്ചാത്തലമായി മാറുന്നു സരയൂ. ജയ രാം ശ്രീരാം. രാമാവതാര പര്യവസാനം ഈ നദിയിലായിരുന്നു എന്നത് ഇതിന്റെ പ്രസക്തിയും പുണ്യവും വർദ്ധിപ്പിക്കുന്നു. അനവധി തീർത്ഥാടകർ ഈ നദിയിൽ മുങ്ങി പുണ്യം നേടുന്നു. ജയ രാം ശ്രീരാം. ജയ രാം. ഇന്ന് അയോധ്യയിലെ ഒരു പ്രധാന ആത്മീയ സാംസ്കാരിക കേന്ദ്രമാണ് സരയൂ തടം. ഇവിടുത്തെ പ്രശസ്തമായ സ്നാനഘട്ടങ്ങളുടെ നിരയാണ് രാം കി പൈഡി. പൈഡി എന്നാൽ പടവുകൾ എന്നാണ് അർത്ഥം. ത്രേതായുഗത്തിൽ ശ്രീരാമൻ സരയൂ നദിയിൽ സ്നാനം ചെയ്യാൻ ഇറങ്ങിയിരുന്നത് ഇതുവഴിയാണ് എന്ന വിശ്വാസമാണ് ഈ പ്രദേശത്തെ പ്രസക്തമാക്കുന്നത്. ഏതാണ്ട് 32 സ്നാനഘട്ടങ്ങളാണ് ഇവിടെയുള്ളത്. ഇതിലൂടെ നദിയിലിറങ്ങി സ്നാനം ചെയ്യുന്നത് പുണ്യകരമാണെന്ന വിശ്വാസം നിരവധി തീർത്ഥാടകരെ ഇവിടേക്ക് ആകർഷിക്കുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം നദിക്ക് അഭിമുഖമായി ആരതി നടത്തപ്പെടുന്നു. അയോധ്യ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2.5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള സരയൂ തീരം തീർത്ഥാടന കേന്ദ്രം എന്നതിനപ്പുറം ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായി വികാസം പ്രാപിച്ചിരിക്കുന്നു. ശുദ്ധമായി സൂക്ഷിക്കുന്ന നദീജലം, സ്നാനത്തിലെ സുരക്ഷിതത്വത്തിനായി ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങൾ, വസ്ത്രം മാറുന്നതിനുള്ള മുറികൾ, വിശ്രമ മുറികൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും രാം കി പൈഡിയെ ശ്രദ്ധേയമാക്കുന്നു. അയോധ്യയിലെ ദീപാവലി ആഘോഷങ്ങൾ ഏറ്റവും ശക്തമായി അരങ്ങേറുന്നത് ഇവിടെയാണ്. നദീതീരം ലക്ഷക്കണക്കിന് ദീപങ്ങളാൽ അലങ്കൃതമാകുന്ന ഈ ഉത്സവം ഗിന്നസ് ബുക്കിൽ ഇടം നേടിക്കഴിഞ്ഞു. നദിയിലെ ജലം പമ്പുകൾ ഉപയോഗിച്ച് പടവുകളിലൂടെ ഒഴുക്കി വീണ്ടും നദിയിലെത്തിക്കുന്ന സംവിധാനമാണ് മറ്റൊരു പ്രത്യേകത. ക്ഷേത്ര ദർശനം ആഗ്രഹിക്കുന്നവർക്ക് സരയൂ സ്നാനത്തിന് ശേഷം സമീപത്തെ രാമക്ഷേത്രങ്ങൾ ദർശിക്കാവുന്നതാണ്. മനസ്സിന് ശാന്തിയും സന്തോഷവും നേടാൻ പ്രകൃതി ദൃശ്യമാണ് അഭികാമ്യം എന്ന് കരുതുന്നവർക്ക് ഇവിടെ ഇരുന്ന് ആ സ്വകാര്യ സന്തോഷം ആസ്വദിക്കാവുന്നതാണ്. അലങ്കാര കാഴ്ചകളാണ് മനസ്സ് കൊതിക്കുന്നതെങ്കിൽ അതിനും ഇവിടെ സൗകര്യമുണ്ട്. ഒരു നദീതീരം എങ്ങനെ വിശുദ്ധിയോട് പരിരക്ഷിക്കാമെന്ന് രാം കി പൈഡി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അതിസങ്കീർണമായ ജീവിതചര്യകളിലൂടെ ധർമ്മസംസ്ഥാപനം നടത്താൻ ത്രേതായുഗത്തിൽ ശ്രീ മഹാവിഷ്ണു സ്വീകരിച്ച രാമശരീരം അലിഞ്ഞു ചേർന്ന ഈ പുണ്യപ്രവാഹം പകരുന്ന ആധ്യാത്മിക വിശുദ്ധി നുകരാൻ ഇവിടെ എത്തുക തന്നെ വേണം.